ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാഹുലും അഞ്ജു മുന്നേ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും അതൊരു രജിസ്റ്റർ മാരേജ് മാത്രമായിരുന്നു. എന്നാൽ അഞ്ജുവിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ രാഹുൽ ഇന്ന് ക്ഷേത്രത്തിലൊക്കെ പോയി അഞ്ജുവിന്റെ കഴുത്തിൽ ഒരു താലിയൊക്കെ കെട്ടുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് മുല്ലപ്പൂവൊക്കെ മേടിച്ച് തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ മല്ലിക കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണെങ്കിൽ രാഹുലിനെയും അഞ്ജുവിനെയും കാണുന്നുണ്ട്. ഈ വിവരം ഓടി വന്ന് വസുന്ധരയെ അറിയിക്കുന്നുണ്ടെങ്കിലും വസുന്ധര ഒട്ടും വിശ്വസിക്കുന്നില്ല. അതിന് കാരണം അതിന് മുന്നത്തെ ദിവസം തന്നെ മല്ലിക വീട്ടിൽ കള്ളം കയറിയെന്നും പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പിറകെ പോയി അവരുടെ സമയം പോയെന്നല്ലാതെ കള്ളനെ ഒന്നും കിട്ടിയില്ല. അതുപോലെ എന്തെങ്കിലും പിച്ചും പേയും പറയുമായിരുന്നു വെച്ച് വസുന്ധര മല്ലിക വഴക്ക് പറയുന്നുണ്ട്. എന്നാലും മല്ലിക പറഞ്ഞ കാര്യത്തിൽ വല്ല സത്യമുണ്ടോയെന്നറിയാൻ വേണ്ടി വസുന്ധര വിവേകിനെയും വർഷയെയും അഞ്ജുവിനെയും എല്ലാം വിളിച്ച് കാര്യം തിരക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് അഞ്ജു അവരുടെ കൂടെയുണ്ട്, മല്ലിക പറയുന്നത് വേറെ ആരെയോ കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞ് പറയുമ്പം അത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും എന്നാലും മല്ലിക പറയുന്നുണ്ട് മുമ്പ് രാജ്കുമാറിന്റെ കാര്യം പറഞ്ഞ് എല്ലാവരും കൂടി മാഡത്തിനെ പറ്റിച്ചതുപോലെ ഇതും ഒരു പറ്റീരാണ്, ഇത് മേഡം വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ വസുന്ധരയ്ക്ക് ചെറിയൊരു സംശയമുണ്ടും താനും. അങ്ങനെ അഞ്ജുവിനെയും കൂട്ടി അമ്പനാട്ട് തറവാട്ടിലെത്തുന്ന രാഹുലിനെയും അഞ്ജുവിനെയും ശർമിള നിലവിളക്ക് കൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. ശർമിളയോട് അഞ്ജുവിനെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യം മുന്നേ രാഹുൽ പറഞ്ഞിട്ടായിരുന്നു വന്നതും. അതുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയ എല്ലാ കാര്യങ്ങളും ശർമിള മുന്നേ തന്നെ ഒരുക്കി വെച്ചിരുന്നു. ഈ സമയത്ത് നമ്മുടെ വിവേകിനാണെങ്കിൽ രാഹുൽ അഞ്ജുവിനെയാണ് സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പം തൊട്ട് തന്നെ രാഹുലിനെ വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ കാറി പോകുന്ന വഴിക്കാണെങ്കിൽ വർഷയോട് പറയുന്നുണ്ട് ഇനി രാഹുലിന് 7 കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് സെറ്റായിരിക്കും എന്ന് പറയുമ്പം വർഷ ഞെട്ടിയിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്നാണോ ഇനി ഒന്നിക്കുന്നതെന്ന് പറയുമ്പം വർഷയ്ക്ക് ദേഷ്യം കയറി വരുന്നുണ്ട്. വർഷ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഹരിത വീട്ടിലെത്തുമ്പോൾ ഈ വിവരങ്ങളെല്ലാം അറിയുന്ന ഹരിത വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അഞ്ജുവിൻ്റെ രാഹുലിൻ്റെ മുറിയിലെത്തി ഹരിത വളരെയധികം ദേഷ്യപ്പെടുകയും അഞ്ജുവിൻ്റെ കഴുത്തിലെ താലി വലിച്ചു പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് രാഹുലാണെങ്കിൽ ഇടപെടുന്നുണ്ട്. ഞാൻ വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്ന അഞ്ജുവിനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഹരിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് രാഹുൽ താക്കീത് നൽകുന്നുണ്ട്. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഹരിത പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി ഹരിത ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് പോലും ഹരിതയ്ക്ക് പോലും അറിയാൻ വയ്യാത്ത സാഹചര്യമാണ്. ഇത്രയും നാളും താൻ മനസ്സിൽ കൊണ്ട് നടന്ന എല്ലാ ആഗ്രഹങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നെന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാത്ത ഹരിത ഈ ദേഷ്യത്തിന് ഹരിത ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അതിനെ എങ്ങനെ രാഹുലും അഞ്ജു നേരിടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.